ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാമെന്ന് വെച്ചാൽ ഫയർ ലോഗോ ഇൻട്രോയാണ്. അതായത് നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിലുള്ള ഈ ഒരു ഇൻട്രോ. അപ്പോൾ ഈ ഒരു ഇൻട്രോ എങ്ങനെ നമ്മുടെ കെയിൻമാസ്റ്റർ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു ഇൻട്രോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിമ്പിൾ ആൻഡ് നീറ്റ് ഇൻട്രോ ആണ്. അതായത് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻട്രോ ആണ് ഈ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ സിമ്പിളുമാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോകുന്ന ടൈമിൽ അവിടെയായിട്ട് ഞാൻ ഒരു ഡ്രൈവ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രൈവ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഞാൻ തന്നേക്കുന്ന ആ ഒരു ഫയറും അതേ കണക്ക് തന്നെ ഫയർ സ്പാക്സ് നിങ്ങൾ ഡൗൺലോഡ് എടുക്കുക. ഡൗൺലോഡ് എടുത്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ ഇൻ്റർഫേസിൽ വന്നതിന് ശേഷം മീഡിയയിൽ പോകുക. അപ്പോൾ മീഡിയയിൽ പോയതിനു ശേഷം ബാക്ക്ഗ്രൗണ്ട് കളറിൽ പോയിട്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ഇങ്ങനെ വരിക. അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ലെയറിലെ മീഡിയയിൽ പോയിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു 2 ഫയലും, അതായത് ഫയർ സ്പാക്സും അതേ കണക്ക് തന്നെ ഫയറും അതേ കണക്ക് തന്നെ നമ്മുടെ ആ ഒരു ലോഗോ, നമ്മുടെ ചാനലിൻ്റെ ലോഗോയാണോ എവിടെ നമ്മുടെ ആ ഒരു ഫയർ സ്പാക്കായി പോകുന്ന ടൈമിൽ നിങ്ങൾ ലോഗോയാണോ അതേ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ചാനലിൻ്റെ നെയിമാണോ എന്താണ് നിങ്ങളവിടെ വെക്കാൻ ഉദ്ദേശിച്ചത് ആ ഒരു സംഭവം നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫയർ സ്പാക്സിൻ്റെ ബ്ലെൻഡിങ് നിങ്ങളൊന്ന് ഓണാക്കി കൊടുക്കുക. ഫയർ സ്പാക്സിൻ്റെ ബ്ലെൻഡിങ് ആണ്. അപ്പോൾ ആ ഒരു ബ്ലെൻഡിങ് നിങ്ങളൊന്ന് ഓണാക്കി അത് ലൈറ്റർ ബ്ലെൻഡിങ് ഒക്കെ ഇട്ട് ഒന്ന് ടിക്ക് മാർക്ക് കൊടുത്തത് ഇങ്ങനെയൊക്കെ വന്നതിന് ശേഷം എല്ലാം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫയർ പോയതിന് ശേഷം നമ്മുടെ ആ ഒരു ചാനലിൻ്റെ നെയിം അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലോഗോ റിവീൽ ആവണം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് ഇൻ അനിമേഷൻ നിങ്ങൾ ഫെയ്ഡ് ഇൻ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ സെക്കൻഡ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ കാണും. അപ്പോൾ ആ ഒരു സെക്കൻഡ്സ് ഒക്കെ നിങ്ങളുടെ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനി അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ആ ഒരു സ്പയർ പാക്സ് ഒരു പ്രാവശ്യം ആ ഒരു സ്പയർ പാക്ക് പോയതിന് ശേഷം പിന്നെ ആ ഒരു സ്പയർ പാക്ക് വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു ഔട്ട് അനിമേഷനിൽ നിങ്ങൾ ഔട്ട് അനിമേഷൻ ഒരു ഫെയ്ഡിൻ മൊത്തത്തിലൊരു ഫെയ്ഡിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ആ ഒരു ലെയറിലെ മീഡിയയിൽ പോയി ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് സെലക്ട് ചെയ്ത് വന്നതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ ഒന്ന് മാക്സിമൈസ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഇൻ അനിമേഷൻ എന്ന് പറയുന്നത് ഫെയ്ഡിങ് കൊടുക്കുക. അപ്പോൾ ഫെയ്ഡിങ് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾ മാക്സിമം 2.5 അല്ലെങ്കിൽ 2 കൊടുക്കുക. അതിൻ്റെ ഒരു ഫെയ്ഡിൻ അനിമേഷൻ സെക്കൻഡ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ആ ഒരു വീഡിയോയുടെ മൊത്തത്തിൽ ഫെയ്ഡിൻ ഒരു ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കിട്ടുന്നതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കാണുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അതങ്ങനെ യൂസ്ഫുൾ ആയിട്ടാണെന്ന് തന്നെ ഇരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് അടിക്കുക. പിന്നെ അതിൽ പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഫിലിം മേക്കർ റിലേറ്റഡ് കൺസേൺ ആണ്. അപ്പോൾ ഫിലിം മേക്കർ റിലേറ്റഡ് കൺസേണോട് ഇഷ്ടമുള്ളവരും താല്പര്യമുള്ളവരും എന്തായാലും നമ്മുടെ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൺ ഓപ്ഷൻ തരവിൽ ഞാനിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ വീഡിയോസ് ലഭിക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ഫിലിം മേക്കർ റിലേറ്റഡ് കണ്ടന്റ് കാണാം. സോ അതുവരെ